ലൂ മറ്റൊരു ഗസ്റ്റിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഷെന്നിനും. ഈ ഒരു ഗസ്റ്റിന്റെ പേരാകട്ടെ സിയു എന്നാണ്. ഇവരുടെ അതേ സ്കൂളിലൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ് ഇതും. പക്ഷെ ഇപ്പോഴാകട്ടെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. അവനും കുറെ അധികം ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവനും ഒരു ബുക്ക് പോലും എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ലൂവും ഇപ്പോൾ ഷെന്നിനെ അറിയിച്ചൊക്കെ കൊടുക്കുന്നു. എന്തായാലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കരിയറൊക്കെ ഉള്ള ഒരാളെ കിട്ടിയത് എന്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനൊക്കെ നല്ലതാണെന്നൊക്കെ ഷെന്നും അറിയിക്കുന്നുണ്ട്. ഷെന്നാകട്ടെ അവളുടെ കയ്യിലുള്ള ഒരു ബുക്കൊക്കെ ലൂവിനെ ഏൽപ്പിച്ചതിന് ശേഷം അവന്റെ ഡീറ്റെയിൽസും പിന്നെ അവന്റെ ഒരു വീഡിയോയും തനിക്ക് ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല അവളും അവളുടെ വർക്കിനൊക്കെ പോകുന്നു. ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഷെൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒക്കെയാണ് ലൂവും ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിക്കും അവളുടെ ഡ്യൂട്ടീസ് അല്ല എന്നൊക്കെ അവനും ഓർത്തു പോവുകയാണ്. ലൂവും ചെങ്ങും സിയും കൂടി ഒന്നിച്ച് ഗെയിമൊക്കെ കളിക്കുകയാണ്. അതിനുശേഷമാകട്ടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ലൂവും സിയുവിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും സിയു ഒന്നാമത് ഒരു ഇൻട്രോവേർട്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുമായിട്ട് ഇടപെടുവാനുള്ള ഒരു കഴിവൊന്നും തന്നെ അവനില്ല. എപ്പോഴും ബുക്സ് ഒക്കെ വായിച്ചാണ് അവനും ഇരിക്കാറുള്ളത്. പക്ഷെ ഇതുപോലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ഇതുവരെ പരിചയമില്ലാത്ത പലരോടും സംസാരിക്കേണ്ടതായിട്ടും മറ്റൊക്കെ വരും. അവരുടെ അടുത്ത് ഫ്രണ്ട്സ് ആകേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ സിയുവും അറിയിക്കുന്നു. മാത്രല്ല അവന്റെ ലൈഫിലാകട്ടെ ഇതുവരെയായിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലൊക്കെ തനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുക? ഒരു ഗേൾ ഫ്രണ്ടിനെയൊക്കെ കൊണ്ടുവന്ന് വെറുതെ ആക്ട് ചെയ്യുവാനായിട്ടൊന്നും തനിക്ക് കഴിയുകയില്ല എന്നൊക്കെ സിയുവും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഷെന്നും ഫ്രണ്ട്സിനെ അറിയിക്കുന്നുണ്ട്. സിയുവിനെ പ്രോഗ്രാമിലേക്കൊക്കെ താൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നുമൊക്കെ ഷെൻ പറയുമ്പോഴാകട്ടെ പണ്ട് ഈ ഒരു സിയു ക്ലാസ് ലീഡർ ഒക്കെ ആയിരുന്ന സമയത്താകട്ടെ എല്ലാ ദിവസവും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്യൂന് പോകുന്നത് വരെ അവനും വെയിറ്റ് ചെയ്ത് അവളെ കാണുവാനായിട്ടൊക്കെ എത്തുമായിരുന്നു എന്നൊക്കെയാണ് സുവും പറഞ്ഞു കൊടുക്കുന്നത്. സോ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. ചൈനീസ് ടെസ്റ്റ് പേപ്പർ ഒക്കെ നടത്തുന്ന സമയത്താകട്ടെ ക്വീനിന് മെസ്സേജൊക്കെ ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സിയു അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ ആൻസർ പേപ്പർ ഒക്കെ മേടിക്കുന്നുണ്ട്. അവളും കാര്യമായിട്ട് ഒന്നും തന്നെ പഠിക്കാതെ വെറുതെ എഴുതി വിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവൾ എഴുതിയതൊക്കെ വളരെ മനോഹരമാണെന്നും അതൊക്കെ വായിക്കുവാൻ പോലും രസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സിയുവും ഉണ്ടായിരുന്നത്. ആ ഒരു എഴുത്തുകളിലൊക്കെ ആകട്ടെ അവൾക്കും അഡ്വക്കേറ്റ് ആക്കുവാനായിട്ടാണ് ആഗ്രഹം എന്ന രീതിക്കൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, മറിച്ച് ഇതുപോലെ എക്സാംസിന്റെയും മറ്റും കാര്യങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളും ഇതുവരെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ക്വിനും പറയുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്ന കാര്യം ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീയും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്ക്. നിങ്ങളാകട്ടെ ഇതുവരെയും കപ്പിൾ ആക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. നിങ്ങളെയും ഈ ഒരു ഷോ വഴി ഞങ്ങളൊക്കെ കപ്പിളാക്കി തരാമെന്ന രീതിക്കൊക്കെ ഷൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും സിയു ആകട്ടെ ഇപ്പോൾ വളരെ വലിയൊരാളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഒന്നും എത്താതെയൊക്കെ ഇരിക്കുന്നതൊക്കെ അവനും അറിയിക്കുകയാണെങ്കിൽ അതൊട്ടും തന്നെ ശരിയാവുകയില്ല. ഞാൻ ഈ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കുകയില്ല. അവന് പറ്റിയ ഒരാൾ ഞാൻ അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ക്വിനും. അത് കൂടാതെ ഇതുവരെയായിട്ടും സിയു ആരെയും ഡേറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനാകട്ടെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഞങ്ങളെ തമ്മിൽ ഒരിക്കലും നിങ്ങൾ ഒന്നിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നും കൂടി ക്യൂൻ പറയുന്നുണ്ട്. ക്യൂൻ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ് ആകട്ടെ അവളെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഡിവോഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവളാകട്ടെ അഡ്വക്കേറ്റ് ഒക്കെ ആകുവാനായിട്ടുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ തീരുന്നതായിരിക്കും. സോ അവൾക്കും അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുന്നു. അവൾക്കും ഈ ഒരു സമയത്ത് ഒരു ലവറിനെ ഒന്നുമല്ല ആവശ്യം, മറിച്ച് നല്ലൊരു കരിയർ ആണെന്നൊക്കെ ഫ്രണ്ട്സും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഓഫീസിലെ വർക്കൊക്കെ തീർത്തിട്ട് വീട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് നിൽക്കുകയായിരുന്നു ക്വീനും. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ക്വീനിന്റെ എക്സ് ഹസ്ബൻഡ് എത്തുകയാണ്. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് പഴയതുപോലെ ഒന്നും തന്നെ പെരുമാറുകയില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ് ഹസ്ബൻഡ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞവരാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ വരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്വീനും നിൽക്കുന്നു. പക്ഷെ അയാളാകട്ടെ കോടതി അങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഈ ഒരു ഡിവോഴ്സ് ഒന്നും തന്നെ ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഉപദ്രവിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. കൃത്യസമയത്ത് ഷെൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവളെ രക്ഷപ്പെടുന്നത്. ഷെന്നിനെ കാണുമ്പോഴത്തേക്കും നീ ആരാണെന്നൊക്കെ അവനും ചോദിക്കുന്നു. ഷെന്നാകട്ടെ ഞാൻ അവളുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടെ കൊണ്ട് കട്ടാവുകയാണ്. പിന്നീട് വീണ്ടും ഗോബാക്ക് ലവറിന്റെ ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുന്നു. ഇപ്പോഴാകട്ടെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന 3 ഗേൾസും കൂടി ഒന്നിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്പരം അറിയാവുന്നതെന്നൊരു ചോദ്യമൊക്കെ ആങ്കർ ചോദിക്കുന്ന സമയത്താകട്ടെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താകട്ടെ ആരുമായിട്ട് ഒരു കമ്പനിയും ഇല്ലാതൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇവരെ കണ്ട് മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്റെ കൂടെ ഇവർ ഹെൽപ്പ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങിയത്, എന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങിയത്.
പിന്നീടാകട്ടെ ഒരു സീൻ കൂടി കാണിക്കുകയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ടൈമിലാകട്ടെ ക്യൂനും പീരിയഡ്സ് ഒക്കെ ആയിട്ട് ബ്ലഡ് ഒക്കെ ഡ്രസ്സിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ക്ലാസ്സിലെ റൗഡി ചെക്കനൊക്കെ ഇത് കണ്ടിട്ട് അവനും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കാണിക്കുന്നൊക്കെയുണ്ട്. ക്വിന്നിനും ഇങ്ങനെ പീരിയഡ്സ് ആയെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിലേക്കൊക്കെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും ഫ്രണ്ട് കൂടി ചേർന്നിട്ട് അവളെ പിടിച്ചു നിർത്തിയിട്ട് എന്താണ് കാര്യമെന്ന് പറയാതെ നീയും ക്ലാസ്സിലേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഷെന്നെത്തിയിട്ട് ഷെന്നും അവളുടെ കോട്ടൊക്കെ ഈ ഒരു ക്വിന്നിനും ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു പിയുടെ ക്ലാസ്സിലേക്ക് നിൽക്കുവാനായിട്ട്. സോ ഈ ഒരു റൗഡി ആകട്ടെ നീ ആ ഒരു ഡ്രസ്സൊന്നും ഇട്ടില്ലെങ്കിൽ നിന്റെ മാർക്കൊക്കെ കട്ട് ചെയ്യുന്നത് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സൂ ആകട്ടെ സൂവിന്റെ കോട്ട് ഓരിട്ട് ഷെന്നിനൊക്കെ നൽകുന്നു. മാത്രമല്ല മാർക്കൊക്കെ കുറയ്ക്കണമെങ്കിൽ നീ എന്റെ മാർക്കങ്ങ് കുറച്ചേക്കുവാൻ പറഞ്ഞിട്ടാണ് സൂ നിൽക്കുന്നത്. അന്നാകട്ടെ ബോയ്സ് ഞങ്ങളെ കളിയാക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളും ആ ഒരു കളിയാക്കലൊക്കെ കേട്ടിട്ട് വീണുപോക്കൊക്കെ ആയിരുന്നെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളും ആ ഒരു കളിയാക്കൽ ഒന്നും തന്നെ കാര്യമാക്കി എടുക്കാതെയൊക്കെ ഇരുന്നത്. നമ്മളും വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെ ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കണം. ഒരിക്കലും അവർക്ക് നമ്മളെ ബുള്ളി ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ സൂവും പറയുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതെ നിന്ന സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു ഇവരും എന്റെ ലൈഫിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എനിക്ക് പ്രതീക്ഷ നൽകുന്നത് കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറിയെന്നൊക്കെ ക്യുന്നും പറയുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ട് അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. 2013 ഒരു സീനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഷെൻ ഒറ്റയ്ക്ക് ക്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു. രണ്ടു കുട്ടികൾ ക്ലാസ്സിലേക്കൊക്കെ കടന്നു വന്നതിന് ശേഷം ഇന്നാകട്ടെ ഡ്യൂട്ടി ഉള്ളത് ഷെന്നിനും ലൂയിനും കൂടിയാണ്. പക്ഷെ ഷെന്നാകട്ടെ ഒറ്റയ്ക്ക് നിന്നാണ് ഈ ഒരു വർക്ക് എല്ലാം തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ ലൂ വർക്കൊക്കെ ചെയ്യുന്നത് അവൾക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടാവുകയില്ല. അവൾക്കും അവനോട് ഇഷ്ടം കാണുമെന്നൊക്കെയാണ് കുട്ടികളും പറയുന്നത്. ഇതെല്ലാം തന്നെ ഷെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ലൂവും ബാസ്കറ്റ്ബോൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവിടേക്ക് ഷെന്നും ഒരുപാട് വേസ്റ്റ് ഒക്കെ ആയിട്ട് എത്തുന്നു. നീയും ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് ഷെന്നും ലൂവിന്റെ അടുത്ത് പറയുമ്പോൾ ലൂ ആകട്ടെ ഞാൻ പിന്നീട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിച്ചോട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഷെന്നിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവളാകട്ടെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം തന്നെ ആ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. നീയും എന്തായാലും ക്ലീനൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലേ, എന്നാൽ ഇപ്പോൾ തന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങിക്കോ എന്നായിരുന്നു അവളും അവന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും അതിനെ എതിർത്തൊന്നും തന്നെ പറയാതെ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം 2024 ബാക്കി സീൻസ് ഒക്കെ കാണിക്കുകയാണ്. ക്വീനും ആകെ പേടിച്ചൊക്കെ നിൽക്കുകയാണ്. ഷെന്നെത്തി ഞാൻ അവളുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വീനെ രക്ഷിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അവളുടെ എക്സ് ഹസ്ബൻഡ് ആകട്ടെ ഞാൻ അവളുടെ ഹസ്ബൻഡ് ആണ്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്ക് മാത്രമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ ഇത് എക്സ് ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യമൊക്കെ ഷെന്നിന് നന്നായി തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതല്ലേ, സോ ഇവളെ നീ ഇനിയും ഫോളോ ഒന്നും ചെയ്യരുത്. ഇവിടെ ആകട്ടെ ക്യാമറ ഒക്കെ ഉണ്ട്, ഇനിയും ഇവളെ ഉപദ്രവിക്കാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളും അതിനനുഭവിക്കുമെന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും അയാളും പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. കിന്നും വീട്ടിലെത്തിയിട്ട് പോലും ആകെ പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഷെന്നാകട്ടെ അവളെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കുമായിരുന്നു ക്വിന്റെ ശരീരത്തിലുണ്ടായിരുന്ന പാടൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്റെ എക്സ് ഹസ്ബൻഡിനാകട്ടെ ഇമോഷൻസ് ഒന്നും തന്നെ കൺട്രോൾ ചെയ്യുവാനായിട്ട് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ പലപ്പോഴും എന്നെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ ക്വിൻ പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് നീ അവനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊരു ചോദ്യമൊക്കെ ഷെന്നും ക്വിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പണ്ടാകട്ടെ ഈ ഒരു എക്സ് ഹസ്ബൻഡ് വളരെ നല്ല രീതിക്കൊക്കെ ആയിരുന്നു അവളുടെ അടുത്തും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആദ്യം അവിടേക്ക് ഓടിയെത്തുക അയാളൊക്കെ ആയിരുന്നു. ഞാനും പലപ്പോഴും ഒരു കൂട്ടത്തിന്റെ അകത്ത് ഒതുങ്ങിയൊക്കെ നിൽക്കുവാനായിട്ടായിരിക്കും ശ്രമിക്കുക. പക്ഷെ അപ്പോൾ പോലും അയാളും എന്നെ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഇത്രത്തോളം നന്നായി നോക്കുന്ന മറ്റൊരാൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും പെട്ടെന്ന് തന്നെ അയാളെ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും ആകട്ടെ അയാൾ പൂർണ്ണമായിട്ടും മറ്റൊരാളായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനും അയാളെ ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിവോഴ്സിന് ശേഷമാകട്ടെ അയാളും എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് എന്റെ പേരൻസിന്റെ അടുത്ത് പോലും ഫൈറ്റ് ഒക്കെ ചെയ്യാറുണ്ടെന്നുള്ള രീതിക്കൊക്കെയാണ് ക്വിന്നും സംസാരിക്കുന്നത്. അവനെ വീണ്ടും ദേഷ്യമൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ അവനും എന്തെങ്കിലും കടുങ്കയൊക്കെ ചെയ്താലോ എന്ന് കരുതിയിട്ടായിരുന്നു ഞാനും പോലീസിന്റെ അടുത്ത് ഒന്നും തന്നെ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നതെന്നൊക്കെ അവളും പറയുകയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ആദ്യം തന്നെ കോൺടാക്ട് ഒക്കെ ചെയ്തേക്കണമെന്ന് ഷെന്നും ക്വീനിന്റെ അടുത്തൊക്കെ പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.